ആലപ്പുഴ അരൂർ മേൽപ്പാത അപകടത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ആണ് കേസെടുത്തിരിക്കുന്നത്. സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് എഫ്ഐആറിലെ കണ്ടെത്തൽ. ആലപ്പുഴ അരൂർ മേൽപ്പാത അപകടത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അശോക ബിൽകോം ലിമിറ്റഡ് ആണ് ഈ ഭാഗത്ത് നിർമ്മാണം നടത്തുന്നത്. കമ്പനി സുരക്ഷ ഒരുക്കിയില്ല എന്നും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്നും എഫ്ഐആറിൽ പറയുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ഒരു ഗുരുതര വീഴ്ച, അതിന്റെ ഭാഗമായി ഒരു ജീവനാണ് നഷ്ടമായത്. എന്തായാലും ഈ അശോക ബിൽഡേഴ്സിനെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഈ എഫ്ഐആറിലുള്ളത്? മാത്രമല്ല, ഈ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ വിധേയമാക്കിയോ? അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടാവാനുള്ള കാരണം ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. അത് ബോധപൂർവമുള്ള വീഴ്ച എന്ന് തന്നെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത്തരം അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവുള്ളവരാണ് ഈ നിർമ്മാണ കമ്പനി. എന്നിട്ടും അതിനുവേണ്ട സുരക്ഷ ഒഴുക്കുന്നതിൽ വീഴ്ച വന്നു, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നു. അതാണ് ഇത്തരം ഒരു ദാരുണ അപകടത്തിനും ഈ രാജേഷിന്റെ മരണത്തിനും കാരണമായത് എന്നതാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, 1000 ദിവസത്തിനുള്ളിൽ 2700 ബീമുകളാണ് ഇവിടെ സ്ഥാപിക്കേണ്ടത്. സ്വാഭാവികമായും ഇത്തരം ബീമുകൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ കൂടി തന്നെ വാഹനങ്ങൾ കടത്തി വിടുന്നത് വലിയ രീതിയിലുള്ള കൃത്യവിലോപമായി തന്നെയാണ് എഫ്ഐആറിൽ പോലീസ് കണക്കാക്കുന്നതും. അത്തരത്തിലുള്ള ഒരു കൃത്യവിലോപം തന്നെയാണ് ഈ മരണത്തിനും ഈ അപകടത്തിനും കാരണം എന്നത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമ്പോൾ തന്നെ അതിൽ ബോധപൂർവം വീഴ്ച വരുത്തി എന്നുകൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഗുരുതരമായ ഒരു കുറ്റം ചുമത്തൽ തന്നെയായി തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. ഇതേ സാഹചര്യത്തിൽ രാജേഷിന് അർഹമായ നഷ്ടപരിഹാരം ആക്കണം എന്ന ആവശ്യമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത്. മരണം സംഭവിച്ചു, ഇനിയും ആ കുടുംബത്തിന് താങ്ങാവുന്നതിനുള്ള, അവർക്ക് മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള 2 കൊച്ചു കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി ജന്മനാ തന്നെ പ്രമേഹ രോഗിയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ട ഉതകുന്ന തുക, ആ വാഹനവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതിന് ഉതകുന്ന തുക പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനമില്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പള്ളിപ്പാട് തെക്കേക്കര സ്വദേശിയാണ് മരിച്ച രാജേഷ്. വളരെ ദാരുണമായ ഈ സംഭവത്തിൽ ഇപ്പോൾ അരൂർ പോലീസാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളതും. അശ്വതി, സുധീഷ്, ഈ പൊതുമരാമത്ത് മന്ത്രിക്കും MLA-ക്കും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുന്നത്? ഇടപെട്ടോ ഈ വിഷയത്തിൽ? അശ്വതി, ഇതിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. ജില്ലാ കളക്ടർ അവിടെ എത്തിയപ്പോൾ തന്നെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഗതാഗത നിയന്ത്രണത്തിന് നിർദ്ദേശം കൊടുത്തു. സ്വാഭാവികമായും ഈ കരാറെടുത്ത അതിലെ ജീവനക്കാർ മാത്രമല്ല ഈ ഗതാഗത നിയന്ത്രണത്തിന് ചുമതലയുള്ളത്. പോലീസിനും അതിൽ ഉത്തരവാദിത്തമുള്ളതാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരം കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ ജോലികൾ സൂപ്പർവൈസ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഏറ്റുപറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ സ്ഥലം MLA ദലീമയോ അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഇത് സംബന്ധിച്ച്. എന്നാൽ PWD റിപ്പോർട്ട് അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ജില്ലാ കളക്ടറും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതികരണം വന്നിട്ടുള്ളത്. അശ്വതി, സുധീഷ്, എന്തായാലും വേണ്ടത്ര ഒരു സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു.